അധികം ഇന്ന് ഒരുപാട് ലേറ്റ് നൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇന്ന് മാക്സിമം കുറച്ച് ഒരു എന്നും ഉറങ്ങുന്ന സമയമുണ്ട്, അത്രയും ഇതാവാൻ പറ്റില്ല. എന്നാലും ഉറങ്ങുന്നതായതുകൊണ്ട് നമ്മൾ ഇന്ന് ഇതായിരിക്കും. ഐ മീൻ ഒരുപാട് ലേറ്റ് നൈറ്റ് ഒന്നും സ്ട്രീം ഉണ്ടാവില്ല. ഫുഡ് ഇതെടുത്ത് തോന്നുന്നു, എന്താ പറയുക, ഡ്രസ്സ് എടുത്ത് തോന്നില്ലേ? ഡ്രസ്സ് എടുത്തിട്ടില്ല, ഡ്രസ്സ് എടുത്തിട്ടില്ല. ന്യൂ റൂൾ വന്നു, 18 വയസ്സിന് ഇനിയും മുതൽ കളിക്കാൻ എ പി പറഞ്ഞു. അതായത് 18 വയസ്സ് വേണം ഇനി മുതൽ കളിക്കാനല്ലേ? ഓ, ദാറ്റ് ഈസ് എ ബിഗ് തിങ്. അത് വരികയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അത് എനിക്കൊന്നും ഇപ്പോൾ പുതിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടായിരിക്കാം മേ ബി വന്നിട്ടുണ്ടാവുക. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ കുറേ പ്ലെയേഴ്സ് മൂഞ്ചും. പക്ഷേ കുറേ പ്ലെയേഴ്സ് സത്യം പറഞ്ഞാൽ മൂഞ്ചും. അതായത് കുറേ ഗാങ്ങിൽ ഈവൻ ഇനിയൊന്നും കെ വി എല്ലടക്കം 18+. എടാ ഗാങ്ങിൽ കളിക്കാൻ പറ്റുമെന്നാണോ അതോ സിറ്റിയിൽ കളിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിലാണോ വന്നുള്ളത്? മുതൽ താടി വെച്ചല്ലോ ഒന്ന്. താടിയാണോ തടിയാണോ ഇപ്പം എനിക്ക് പറയണം. സിറ്റിയിൽ കളിക്കാൻ പറ്റുള്ളൂ എന്നാണോ അതോ ഗാങ്ങിൽ കളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള റൂളാണോ? സിറ്റിയിൽ കളിക്കാനോ? സിറ്റിയിൽ കളിക്കാൻ പറ്റില്ല എന്നോ? ഓ ബ്രദർ, എക്സ്ലാൻഡിസിൽ കളിക്കാൻ പറ്റില്ല എന്നല്ലേ? 18 ബിലോ നോട്ട് പെർമിറ്റഡ് ടു പ്ലേ ഇൻ സിറ്റി എനിമോർ. എൻ്റെ അമ്മോ, അത് സത്യം പറഞ്ഞാൽ കേസായിരുന്നില്ലേ? ഓ, അത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ കുറേ പ്ലെയേഴ്സിന് അത് ഇല്ലീഗലായി. ഇതിൻ്റെ ക്ലിപ്പ് എവിടെ കാണാൻ പറ്റും? ഇതിൻ്റെ ടൈം സ്റ്റാമ്പ് എന്തെങ്കിലും അപ്പോൾ ഞാൻ പറയാം, ലൈവ് ഒന്ന് കണ്ടായിരുന്നു. എനിക്ക് അപ്ലൈ അറിയായിരുന്നു തോന്നി, എനിക്ക് എന്തോ വരാൻ പോകുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നില്ല. ഇതിലെവിടെ ടൈം സ്റ്റാമ്പ് അറിയോ? അപ്പോൾ അവൻ്റെ ലൈവിൽ പ്രാവിൻ്റെ ലൈവിൽ എവിടെ ടൈം സ്റ്റാമ്പ് ഈ സംഭവം പറയുന്നത് അറിയോ? അല്ലെങ്കിൽ നിങ്ങൾ ഡി സി ക്ലിപ്സിൽ ഏതെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഡി സിയിൽ ഇട്ടിട്ടുണ്ടോ? ക്ലിപ്പിൽ ഇട്ടിട്ടുണ്ടോ? ഡി സിയിൽ ക്ലിപ്സിൽ ഇട്ടിട്ടുണ്ടോ? നമുക്കതൊന്ന് കണ്ടോക്കായിരുന്നു. ഇത് എന്താ സംഭവം ഒന്ന് മനസ്സിലാവാനായിട്ട്. ഇത് കണ്ടാലേ അറിയുള്ളൂ. ഡി സി ട്രോൾസിൽ ഉണ്ടോ? ഞാൻ ഡി സി ട്രോൾസിൽ ലൈവ് സ്ട്രീം വീസിൽ ഇരിക്കുന്നുണ്ട്. അതിൽ വരികയാണെങ്കിൽ വന്നോട്ടെ, നോക്കട്ടെ. എ പിൻ്റെ ലൈവ് റിയാക്ട് ആക്കാം നമുക്ക്. അത് ഉണ്ട്. അത് അറിയില്ല. കേസായി, അതുകൊണ്ട് 2-3 ദിവസത്തിൽ വരും റൂള്. ഓക്കെ. കെ വി എൽ 18 ബിലോ ഉണ്ടോ? കെ വി എൽ 18 ബിലോ ഉണ്ട്. 17 വയസ്സുള്ളവരുണ്ട്. 17 വയസ്സുള്ളവർ. കാരണം ആദ്യം 17-16 വയസ്സെന്തോ അല്ലേ സ്റ്റിൽ റൂൾ ഉണ്ടായിരുന്നത്. ഗാങ്ങിനോട് അവരുടെ അണ്ടർ ഏജ് പ്ലേയേഴ്സിനെ റിമൂവ് ചെയ്യാൻ പറയുമെന്ന് എ പി പറഞ്ഞിട്ടുണ്ട്. റിമൂവ് ഓക്കെ, ഗാങ് ഓക്കെ, ലൈക്ക് ഗാങ് കളിക്കാൻ പറ്റില്ല എന്നൊക്കെയോ അണ്ടർസ്റ്റാൻഡ് ആണല്ലോ. പക്ഷേ ഇതേപോലെ സിറ്റിയിൽ പോലും കളിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് ഈ പ്ലെയേഴ്സ് ശരിക്കും പെട്ടുപോവുക. അതായത് ഇപ്പോൾ ജമാലു പോലത്തെ പ്ലെയേഴ്സ് കെ വി ഡി സിയിൽ ആരും ഇല്ലടാ. കെ വി ഡി സിയിൽ ആരും ലൈവ് ന്യൂസിലുണ്ടല്ലോ, ജൂനിയം ഉണ്ടല്ലോ. ഹലോ, വാടാ, ഒന്ന് എടുത്തോണ്ട് വാടാ ഇങ്ങോട്ട്. ഞാൻ അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ. യൂണിവേഴ്സിറ്റിയിലാണോ? സിറ്റിയില്. ഓക്കെ. യൂണിവേഴ്സിറ്റിയിലാണ്, സിറ്റിയിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വീസിൽ ഇരിക്കാം. ബാക്കിയുള്ളവരാരും ഇല്ല കേസ്, ആരും വീസില്ല, യൂണിവേഴ്സിറ്റിയിലില്ല. ഇതെന്താണ് റൂളിംഗ് ഗവൺമെൻറ്? നല്ല പ്ലെയേഴ്സൊക്കെ പോവും. 80 മിനിറ്റ്സ് നോക്കി. ഓക്കെ. ഞാൻ നോക്കട്ടെ. കിക്ക്. അപ്പം ലൈവ് ആണോ? ഓക്കെ, അപ്പം ലൈവ് ആണല്ലേ. ഓക്കെ, 18 മിനിറ്റ് അല്ലേ? ഒരു സാധനം എടുത്തോട്ടെ. 18 മിനിറ്റ് ഓപ്ഷൻ ഇവിടെയാണോ? പുഷ് ചെയ്യത്തില്ല. അതായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന അപ്ഡേറ്റ്. ഓക്കെ, കറന്റ്ലി കുറച്ച് സിനാരിയോസ് നടന്നത് കൊണ്ട് നമ്മൾ ആ അപ്ഡേറ്റ് പുഷ് ചെയ്യത്തില്ല. ഓക്കെ, ഏത് അപ്ഡേറ്റ്? കറന്റ്ലി ഇനി മുതൽ എക്സലാൻഡിസിൽ RP കളിക്കണമെങ്കിൽ പോലും ഏജ് എന്ന് പറയുന്നത് 18 RP കളിക്കാൻ നമുക്ക് അത് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ ലോങ് റണ്ണിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് ആരെയും കളിപ്പിക്കേണ്ടെന്നില്ല, ബട്ട് കുറച്ച് ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് ഇനി മുതൽ എക്സ്ലാൻഡിസിൽ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സിൻ്റെയും ഏജ് 18 മുകളിലായിരിക്കണം. ഈ ഒരു സിനാരിയോസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക്, അതായത് വെദർ ഗ്യാങ് ഓർ സിറ്റിസൺ ഓർ എന്തും ആയിക്കോട്ടെ, ഇനി മുതൽ എക്സ്ലാൻഡിസിൽ കളിക്കണമെങ്കിൽ വയസ്സ് 18 മുകളിലായിരിക്കണം. 18 താഴെയുള്ള ആർക്കും ഇനി എക്സ്ലാൻഡിസ് കളിക്കാൻ സാധിക്കില്ല. അത് വേറൊന്നും കൊണ്ടല്ല, കുറച്ച്
കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാമെന്ന് നമുക്കറിയത്തില്ല. സോ നമുക്ക് ലോങ് റണ്ണാണ് നമുക്ക് നോക്കാൻ പറ്റുക. അതുകൊണ്ട് നമുക്ക് ലോങ് റണ്ണിൽ നമുക്ക് ഫീസിബിളായിട്ടുള്ളത് 18+ എന്ന് പറയുന്നൊരു പേജ്, അല്ലെങ്കിൽ 18+ എന്ന് പറയുന്നൊരു എനിക്ക് 19 പി സി ഇല്ല. ഇനി മുതൽ എക്സ്ലാൻഡിസ് ഉണ്ടായിരിക്കുക. 18 വയസ്സിൽ കുറഞ്ഞ ആർക്കും ഇനി എക്സ്ലാൻഡിസ് കളിക്കാൻ സാധിക്കില്ല. പാരന്റ് കൺസേൺ ഉണ്ടെങ്കിൽ പറ്റില്ല. എനിക്ക് അറിയില്ല. മേ ബി അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചേനെ, പക്ഷേ അറിയില്ല. എനിക്കൊന്ന് കുറേ പ്ലേയേഴ്സ് ഈവൻ ഗ്യാങ് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അവർക്ക് RP കളിക്കാം എന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ എക്സ്ലാൻഡിസിൽ പോലും കളിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് അവിടെ അത് കുറേ പേരെ നല്ല രീതിയിൽ അത് ബാധിക്കാൻ വേണ്ടി പോകുന്നത്. അവരുടെ വൈറ്റ് ലിസ്റ്റ് റിവോക്ക് ആക്കുന്നതായിരിക്കും. ആർക്കും ബാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഗൈസ്, നിങ്ങൾ വേറൊന്നും കൊണ്ടല്ല, നമുക്കിതൊരു ഹെവി ഹാർട്ടിലാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്, അത് നമുക്കറിയാം. ബട്ട് ആസ് പെർ ഇന്ത്യൻ റൂൾസ് ഈ പറയുന്ന ഗെയിം കളിക്കുന്ന എല്ലാവരുടെയും ഏജ് 18 മുകളിലായിരിക്കണം. ഓക്കെ, നമ്മൾ ആരെയും ഈ പറയുന്നത് പോലെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും നമ്മൾ ശ്രമിക്കുന്നതല്ല. ബട്ട് ഏജ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ എന്താണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇനി മുതൽ എക്സ്ലാൻഡിസ് എന്ന് പറയുന്നൊരു സെർവറിൽ കളിക്കണമെങ്കിൽ ഏജ് 18 മുകളിലായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു റീവൈറ്റ് ലിസ്റ്റ് പുഷ് ചെയ്യും. അതായത് എല്ലാവർക്കും ഏജ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം പീരീഡ് നമ്മൾ കൊടുക്കും. അതിന് നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഫോം ക്രിയേറ്റ് ചെയ്ത് ഒരു 14 days വരെ നിങ്ങൾക്ക് ടൈം ഉണ്ടാവും നിങ്ങളുടെ ഏജ് വെരിഫൈ ചെയ്ത് നിങ്ങൾ 18 ആണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ആ ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ ഏജ് വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. അണ്ടർ ഏജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇവിടെ എക്സ്ലാൻഡിസിൽ കളിക്കാൻ പറ്റില്ല. ഓക്കെ, ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഇത് 18+ മസ്റ്റാണ്. ഓക്കെ, അതാണ് സംഭവം. അപ്പോൾ പാവൻ ജമാലു ഫെക്സറിന്റെ ഏജ് എത്ര? ഫെക്സറിന് 18 ബിലോ എല്ലാം തോന്നുന്നുടാ. എനിക്ക് അറിഞ്ഞൂടാ. ഉസ്മാനെ എനിക്കൊന്ന് കുറേ പ്ലേയേഴ്സ് അത് ബോട്ടാണ്. അത് ബോട്ട് ഓട്ടോമാറ്റിക് മെസ്സേജ് ആണത്. അത് കുറേ പ്ലേയേഴ്സ് പറ്റും എന്നുള്ള. മുച്ചിരി 18+ ആണ്. മുച്ചിരിക്ക് 18 ആയി എന്ന് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ മറ്റേ അപ്പാവൻ്റെ ചാറ്റിൽ അത് കണ്ടായിരുന്നു. ചുമ്മാ ഓക്കെ, അതിപ്പോൾ RP പ്ലേയേഴ്സ് എല്ലാം പോകുമല്ലോ. RP ഫെക്സർ 18+ ആണ്. അപ്പോൾ അറിഞ്ഞൂടാ ഈ ഒരു സംഭവം എത്രത്തോളം എങ്ങനെ ഏത് രീതിയിൽ അത് എഫക്റ്റ് ചെയ്യും, അല്ലെ ഏത് രീതിയിൽ അത് ഇതാവും എന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇത് ഇതാണ് അത്യാവശ്യം. ഇത് നല്ല രീതിയിൽ എന്നെ ഡിസ്ക്ലെയിമർ ഇടണമല്ലോ മൊയിലൊന്നു. ഇനി ഡിസ്ക്ലെയിമർ ഇടണമല്ലോ മൊയിലൊന്നു. ഡിസ്ക്ലെയിമറോ? എല്ലാം നല്ലതിന്. കാസ്ട്രോക്ക് 17 വയസ്സല്ലേ ഉള്ളൂ. എക്സ്ലാൻഡിസിൽ 18+ പ്ലെയേഴ്സ്. എംറാഷ് വാട്ട് ഹാപ്പൻഡ്? അതായത് എക്സ്ലാൻഡ് സിറ്റിയിൽ ഇപ്പോൾ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് എന്തൊക്കെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ എക്സ്ലാൻഡ് സിറ്റിയിൽ ഒരു ഫോഴ്സ്ഫുള്ളി ഒരു റൂള് ഇപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അതായത് കുറച്ച് വരും ദിവസങ്ങളിൽ അത് കൊണ്ടുവരുന്നുണ്ടാവും. അതായത് 18 ബിലോ ഏജ് ഉള്ള പ്ലെയേഴ്സിന് ഇനി മുതൽ എക്സ്ലാൻഡ് സിറ്റിയിൽ കളിക്കാൻ പറ്റില്ല. വിച്ച് മീൻസ് ഗ്യാങ്ങിൽ കളിക്കാൻ പറ്റില്ല എന്നല്ല, അതായത് ഗ്യാങ് RP കളിക്കാൻ പറ്റില്ല എന്നല്ല, ഗെയിം എക്സ്ലാൻഡ് സിറ്റിയിലേ കളിക്കാൻ പറ്റില്ല. അതായത് RP തന്നെ കളിക്കാൻ പറ്റില്ല. അതായത് എക്സ്ലാൻഡ് സിറ്റിയിൽ വൈറ്റ് ലിസ്റ്റ് പോലും കിട്ടില്ല 18 ബിലോ ഏജ് ആണെങ്കിൽ. സോ ഓൾറെഡി ഉള്ള ആൾക്കാരുടെ വൈറ്റ് ലിസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യും. 18 ബിലോ ഏജ് ഉള്ളവരുടെ എല്ലാവരെയും വൈറ്റ് ലിസ്റ്റ് റിമൂവ് ആവും. ജെയിംസ് ബോണ്ട് ഒന്നും 18 അല്ലടാ, 18+ ആണ്. അതിനൊക്കെ സിറ്റിക്കെതിരെ കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് സിറ്റിയിൽ 18+ ആക്കി, സിമ്പിളായി പറയുകയാണെങ്കിൽ. സോ സിയോണിലും കേസായി അവിടെയും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും അത് ഇതാണ്, ജസ്റ്റിഫയബിൾ ആണ്. കാരണം GTA 5 എന്ന് പറയുന്ന ഈ ഒരു ഗെയിം 18+ ഗെയിമാണ്. സോ ബേസിക്കലി 18+ ഗെയിമിൽ 18+ ഉള്ളവർ കളിച്ചാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് ആ കേസ് വന്നുള്ളത്. അപ്പോൾ
അത് കുറേ ഗ്യാങ്ങത്തെ പ്ലേയേഴ്സിനെ അത് ബാധിക്കും. കുറേ ഗ്യാങ്ങത്തെ പ്ലേയേഴ്സിന് ഇനി മുതൽ കളിക്കാൻ പറ്റുന്നുണ്ടാവില്ല. മറ്റേ ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ മറ്റേ അവരൊക്കെ മറ്റേ 18 വയസ്സായിട്ട് മറ്റേ ലൈസൻസ് എടുക്കാൻ കാത്തിരിക്കുന്ന പോലെ അവർ കാത്തിരിക്കേണ്ടി വരും 18 വയസ്സാവാൻ വേണ്ടിയിട്ട്. സിറ്റിയിൽ ഇനി വൈറ്റ് ലിസ്റ്റ് കിട്ടാനും ഇതിനൊക്കെ ആയിട്ട് 18 വയസ്സായി ലൈസൻസ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് സത്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് തോന്നുന്നത്. ഹിറ്റ്മാൻ റാംസോ ഓക്കി കാസ്ട്രോ വൈറ്റ് ലിസ്റ്റ് എപ്പോൾ പോകും? 9 മണിയായി. അപ്പോൾ KV 18 ബില്ലും ഉണ്ട്. അത് ആരൊക്കെയുള്ളതെന്ന് കൺഫേം ആക്കണം അത് ആരൊക്കെയുള്ളതെന്നുള്ളത്. സോ KVയിലുണ്ട് 18 ബില്ലോ ഉള്ളതുണ്ട്. 17 വയസ്സുള്ളവരുണ്ട്, 1-2 പേരോ ഉണ്ട്. 60 കിലോ അടിയിലുള്ളവർ കളിക്കാണ്ട പറഞ്ഞു. അതെന്താ 60 കിലോൻ്റെ അടിയിലുള്ളവർ കളിക്കാൻ ഓടാണത്? അല്ല 60 കിലോ കുഴപ്പമില്ല. ആ റൂള് വരാൻ എന്തായാലും ഒരാഴ്ച എടുക്കുമല്ലോ. ഒരാഴ്ച ആകുമ്പോഴേക്കും ഞാനും സെറ്റാവും. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. 60 കിലോൻ്റെ അടിയിലുള്ളവർ കളിക്കണ്ട പറഞ്ഞാലേ റൂള് വരാൻ എന്തായാലും ഒരാഴ്ച എടുക്കുമല്ലോ. ഒരാഴ്ചയിൽ ഞാൻ 60 കിലോ ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ കുഴപ്പമില്ല. കഷ്ടമായി പോയി കുറേ പേർക്ക് സത്യം. ഇത് കുറേ പേരെ പ്ലേയേഴ്സ് ഇപ്പോൾ എനിക്കൊന്ന് മുച്ചിരി അങ്ങനെ കുറേ പേരെ, അല്ല മുച്ചിരിക്ക് 18 ആയിട്ടുണ്ട്. മറ്റേ ജമാലുവിന് ഇന്ന് 18 ആയിട്ടില്ല എനിക്ക് തോന്നുന്നു. പിന്നെ KVയിലുണ്ട്, പിന്നെ കുറേ ഗ്യാങ്ങിലുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും ഇതേപോലെ ആകും. 8:59 ആയുള്ളൂ ഇവിടെ. ഇവിടെ ആയിട്ടുള്ളൂ. ഇത് 9 മണിക്ക് മുന്നേ നേരത്തെ തോന്നണം. മുച്ചിരി 18 കഴിഞ്ഞു തോന്നുന്നു. മുച്ചിരി 18 തോന്നണം. ഉസ്മാൻ ഉണ്ട്. ഉസ്മാൻ അങ്ങനെ കുറേ എല്ലാ ഗ്യാങ്ങിലും ഉണ്ട് അവിടെ. എല്ലാ ഗ്യാങ്ങിലും ഉണ്ട് പ്ലേയേഴ്സ്. എല്ലാ ഗ്യാങ്ങിലും ഇതേപോലെ 17 വയസ്സ് 18 ആവാറായ കുറേ പ്ലേയേഴ്സൊക്കെ ഉണ്ടാവും. സോ 50 കിലോ ആയാലായി. ശരിയല്ലേ? 50 ആവണല്ലേ? ശരിയാ. ക്യാഷ് 44.3. ബട്ട് ശരിയല്ലേ? ഞാൻ 60 ഞാൻ 50 എന്നുള്ള ഓർമ്മയിലാണ് പറഞ്ഞത്. കുക്കുടൂനിന് കളിക്കാൻ പറ്റില്ലല്ലോ. അത് ശരി. കുക്കുടൂന് എത്ര വയസ്സുണ്ട്? കുക്കുടൂന് 25 വയസ്സുണ്ട്. അറിയോ? ഫ്രെഡിന്റെ ലച്ചു. ജമാലിന്റെ വയസ്സിൽ വയസ്സൊക്കെ ഒന്ന് സെറ്റ് ആയേ ഉള്ളൂ. അപ്പോഴേക്കും പാവം ചെറുക്കൻ. സത്യം. അത് കുറേ പേരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ശരിക്കും ഈ റൂൾ നല്ലതാണ്, പക്ഷേ ഒരു POV നോക്കുമ്പോൾ ബാഡാണ്. സത്യം. അതാ അവരെ അത് കേസ് കൊടുത്തവർ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് ജസ്റ്റിഫയബിൾ ആണ്. അത് 18+ ഗെയിമിൽ 18 ബില്ലുള്ള പ്ലേയേഴ്സ് കളിക്കുമ്പോൾ അത് കുട്ടികളെ ഇതാക്കുന്ന രീതിയിൽ അത് എഫക്റ്റ് ആവും. ഇതേപോലെ അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ റൂള് നല്ലതാണ്. പക്ഷേ സെയിം ടൈം ഇതേപോലെ കുറേ പ്ലേയേഴ്സിന് അത് എഫക്റ്റ് ആവും. ചൈൽഡ് ബെഡിനും കുറേ റെസ്ട്രിക്ഷൻ വരും. എനിക്ക് തോന്നുന്നില്ല. കാരണം 18 എബവ് ഉള്ള ഗ്യാങ് ആണ്. അല്ല 18+ ഗെയിമുകൾ 18+ ഗെയിമിൽ 18+ ഉള്ള പ്ലെയേഴ്സ് കളിക്കുമ്പോൾ അവർ ചൈൽഡ് ബെഡ് യൂസ് ചെയ്യണം. എന്താണ് സീനുള്ളത്? അപ്പോൾ ആ ഗെയിമിൽ വേറെ ചെറിയ കുട്ടികൾ ആരും ഇല്ലല്ലോ. വേറെ ചെറിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ അതിന് ഇഷ്യൂ വരുള്ളൂ. ചൈൽഡ് ബെഡിന് അങ്ങനെ ഇഷ്യൂ വരുമോ? ചൈൽഡ് ബെഡിന് സീൻ വരുമെന്നോ? സ്ട്രിക്റ്റ് ആക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞേ. ബട്ട് അവർക്ക് ലൈവ് കാണണമല്ലോ 18+ ഗെയിം. ലൈവ് കാണുന്നതെന്നുള്ളത് അവരുടെ കൺസേൺ അല്ല. അത് നമ്മുടെ കയ്യിൽ ഒതുക്കുന്ന സംഭവമല്ലല്ലോ. അത് നമ്മുടെ വ്യൂവേഴ്സിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം അത് നമ്മൾ ലൈവ് ഇടുന്ന സമയത്ത് അത് 18+ എന്ന ടൈറ്റിൽ കൊടുത്തിട്ട്, അല്ലെങ്കിൽ അതിൽ നമ്മൾ യൂട്യൂബിലാണെങ്കിൽ ഡീഫോൾട്ടായിട്ട് ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. സോ ആ കുട്ടികൾ 18+ ബില്ലുള്ളവർ കാണരുത് എന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ കൊടുത്തെങ്കിൽ അത് കാണരുത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇതൊക്കെ ആക്കുന്ന സംഭവമല്ലല്ലോ. നമ്മളെ കൺസിഡർ ചെയ്യുന്ന സംഭവമല്ല. അത് അവരുടെ പാരൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ വരുന്ന സംഭവമാണ്. But many people would have a chance to join gangs only after 18, bro. That's a thing. അയ്യോ റാംസ്രോയോ? ശരിയാ, റാംസ്രോ ഇറാഖിലെ കേസാണ്. യെസ്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശങ്ങൾ വരുന്നത്.